പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അത് ദിവസവും വാർത്തയായി വരുന്നു. ആ അതിക്രമങ്ങൾ വരാനുണ്ടായ സാഹചര്യങ്ങൾ, ആ അതിക്രമങ്ങളിൽ ഏർപ്പെടുന്ന വികലമായ സ്വഭാവമുള്ള പുരുഷന്മാർ അവരും ഈ കുട്ടികളുമായി അല്ലെങ്കിൽ ഈ അതിക്രമത്തിന് വിധേയമാകുന്ന കുട്ടിയുമായി അടുക്കുന്നതിനുണ്ടായ സാഹചര്യങ്ങൾ ഇതെല്ലാം വിലയിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു സർവേയിൽ പറയുന്നത് ഇന്ത്യയിൽ ഓരോ 15 മിനിറ്റിലും ഒരു പെൺകുട്ടി വീതം അതിക്രമങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ്. അപ്പോൾ ഒരു ദിവസം എത്രമാത്രം കുട്ടികളാണ് ഇന്ത്യയിൽ ഇത്തരം വികലമായ സ്വഭാവമുള്ളവരുടെ വിക്രിയകൾക്ക് വിധേയമാകുന്നത്. ഇത് പറയുമ്പോഴാണ് അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് വീട്ടിൽ വരുന്നവരുമായി വീട്ടിലെ പെൺകുട്ടികൾ അത് ഏത് പ്രായത്തിൽപ്പെട്ടവരായാലും, ഇപ്പൊ 3 വയസ്സ് പോലും തികയാത്ത പെൺകുഞ്ഞുങ്ങളെയാണ് പീഡനത്തിനിരയാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഉള്ള വാർത്തകൾ അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ 3.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ പീഡനത്തിന് വിധേയമാക്കിയിരിക്കുന്നു. അത് ആ ഒരു കുഞ്ഞിനെ അമ്മ തന്നെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നു. പലപ്പോഴും കുഞ്ഞുങ്ങൾ പീഡനത്തിന് ഇരയായി കൊല്ലപ്പെടുന്നുണ്ട്. അതെല്ലാം അപ്പോഴപ്പോഴൊരു വലിയ വാർത്തയായി വരുന്നതൊഴിച്ചാൽ അതിനെ അടിസ്ഥാനപരമായി തടയുന്നതിന് വേണ്ടുന്ന ശാസ്ത്രീയമായ നടപടികൾ അത് ഒരു ഭാഗത്ത് നിന്നും കാര്യക്ഷമമായി നടന്നതായി അറിവില്ല. അത് പ്രത്യേകിച്ചും അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ദളിത് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളാണ്. ഇവിടെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുണ്ട്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ നേതാക്കന്മാരുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത സംഘടനകളുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇത്തരം അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. അപ്പോൾ എവിടെയാണ് തകരാറ്? ആ തകരാറാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. രോഗം അറിഞ്ഞ് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് പല കേസുകളിലും കുട്ടിയുടെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ അമ്മയുടെ കാമുകനാണ് വില്ലൻ. ഈയിടയ്ക്ക് വളരെ പ്രമാദമായ ഒരു കേസാണ് വാളയാർ കേസ്. 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ഇടയായ അല്ലെങ്കിൽ കൊല്ലപ്പെടാനിടയായ സംഭവം. അത് അതുമായിട്ട് ബന്ധപ്പെട്ട മൊഴികളിൽ പറയുന്നത് ആ പെൺകുട്ടികളുടെ അമ്മ തന്റെ കാമുകനുമായി ഈ പെൺകുട്ടികൾ കാണത്തക്ക നിലയിൽ ബന്ധപ്പെടുമായിരുന്നു എന്നാണ്. ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതിന് അതും ഒരു കാരണമായേക്കാം. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി. ഒരു ഭാഗത്ത് മദ്യം അത് എവിടെയും കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി ചെടി, ആ കഞ്ചാവ് അത് പല നിലയിലാണ് പ്രോസസ് ചെയ്ത് ഇന്ന് വിപണിയിൽ വിറ്റഴിക്കുന്നത്. അതുപോലെ തന്നെ രാസ ലഹരിയുടെ ഉപയോഗം, ഇതിന്റെ എല്ലാം 25% താഴെ മാത്രമാണ് പിടിക്കപ്പെടുന്നത്. 75% നാട് മുഴുവൻ പരന്ന് വിപണനം നടന്നുകൊണ്ടിരിക്കുകയാണ്, രഹസ്യമായിട്ടും പരസ്യമായിട്ടും.
അവരെയെല്ലാം പിടിക്കപ്പെടുമ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതികൾ അടിസ്ഥാന വേരിൽ എത്തപ്പെടാറില്ല. അവിടെയെല്ലാം മാഫിയകൾ കൈ മുറുക്കിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അഭിനീത കൂട്ടുകെട്ടുകൾ. അത് ഒരു പരിധിവരെ ഇത്തരം ലഹരി വസ്തുക്കളുടെ വിപണനത്തിന് കാരണമാകുന്നുണ്ട്. ആദ്യം തുടങ്ങി വെച്ച പെൺകുട്ടികളുടെ നേർക്കുള്ള അതിക്രമങ്ങൾ അത് ഉണ്ടാകുന്നതിന് ഇടയായ ഭൗതിക സാഹചര്യങ്ങളെ കുറിച്ചാണ് ഇത്രയധികം സൂചിപ്പിച്ചത്. അത് പെൺകുട്ടികൾ വീട്ടിൽ വരുന്ന ബന്ധുക്കളോടായാലും പരിചയക്കാരോടായാലും അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളോടായാലും സുഹൃത്തുക്കളായാലും അവരുമായി ഇടപഴകുന്നതിന് ആ ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ സ്പർശിക്കുമ്പോൾ കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അത് മുതിർന്നവരാണ് അത് കണ്ടുപിടിക്കുകയും കർശനമായി വിലക്കുകയും താക്കീത് നൽകുകയും അത്തരം വികല സ്വഭാവമുള്ളവരെ വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ താഴ്ന്ന ക്ലാസ്സുകളിലെ അധ്യാപകര്, ട്യൂഷൻ സെന്ററിലെ അധ്യാപകര്, മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര്, അങ്ങനെ അധ്യാപകരുടെ ഇടയിലുള്ള വികലമായ സ്വഭാവം, അതുപോലെ തന്നെ മറ്റു ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ വികലമായ സ്വഭാവം പല മേഖലകളിലുമുണ്ട്. സിനിമാ മേഖലകളിൽ, സീരിയൽ മേഖലകളിൽ, വ്യവസായ മേഖലകളിൽ, അതുപോലുള്ള വാണിജ്യ മേഖലകളിൽ, കച്ചവട വ്യാപാര മേഖലകളിൽ ഒക്കെ തന്നെ ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. നടക്കുന്ന അതിക്രമങ്ങളുടെ പകുതിയും പുറത്തു വരാറില്ല. അതുപോലെ തന്നെ രാസലഹരി ഉപയോഗിക്കുന്ന ആൺകുട്ടികൾ, +1 +2 പഠിക്കുന്ന ആൺകുട്ടികൾ, അവർ കാണിക്കുന്ന വികൃതിത്തരങ്ങൾ സ്വന്തം വീട്ടിൽ പോലും സ്വന്തം അമ്മയെ പോലും അവർ രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് ഉന്മാദാവസ്ഥയിലാവുമ്പോൾ ഉപദ്രവിക്കാറുണ്ട് സ്വന്തം അമ്മമാരെ. ദുരഭിമാനം കരുതിയാണ് പല അമ്മമാരും അത് പുറത്തു പറയാതിരിക്കുന്നത്. മക്കളെ ഭയന്ന് ജീവിക്കുന്ന രക്ഷകർത്താക്കൾ പല കുടുംബങ്ങളിലുമുണ്ട്. പലതും പുറത്തു വരുന്നില്ല എന്ന് മാത്രം. ദുരഭിമാനം കൊണ്ട് ആ രക്ഷകർത്താക്കൾ, ആ അച്ഛനും അമ്മയും അത് പുറത്ത് പറയാറുമില്ല. അത് ദിവസം പ്രതി അല്ലെങ്കിൽ അത് കൂടി വരുന്നതല്ലാതെ എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും അതിനുവേണ്ടി എത്ര ഫണ്ട് മുടക്കിയിട്ടും അവിടെയൊന്നും കുറവ് വരുന്നതായി കാണുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായി രാസലഹരി വരുന്നത് അത് വരുന്ന സ്ഥലത്ത് വെച്ച് തന്നെ തടയണം. അതുപോലെ തന്നെ കഞ്ചാവ് പോലുള്ള ലഹരി ചെടികൾ അത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കുകയും ആ കൃഷി ചെയ്യുന്നവരെ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ കേരളത്തിലെ ചില വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നതായിട്ട് പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. പലപ്പോഴും പിടിക്കപ്പെടുന്നതാവട്ടെ 25% താഴെ മാത്രവും. ഇവിടെയെല്ലാം കാര്യക്ഷമമായി പൊതുപ്രവർത്തകരെ പോലും ബോധവൽക്കരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ മുളയിലേക്കുള്ളിൽ അവിടെയെല്ലാം പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, അത് എക്സൈസ് ആയാലും പോലീസ് ആയാലും ഫോറസ്റ്റുകാരായാലും അതിലൊക്കെ പരമാവധി സത്യസന്ധത ഉള്ളവരെ ആ കാര്യങ്ങളിലേക്ക് പ്രത്യേകം നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ പ്രതികരണം ഇവിടെ ചുരുക്കുന്നു. നന്ദി.